നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് ആണ്. ക്രിപ്റ്റോ സ്പേസിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെയാണ്. ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ നല്ല കാലമാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാകുന്നതായിരിക്കും. സോ ഒട്ടും തന്നെ സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ കാത്തിരിക്കുന്നത് മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ഒരു അടിപൊളി ഗംഭീര പരിപാടിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. മെറ്റാവേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. അപ്പോൾ പല വലിയ വലിയ കമ്പനികളും ഈ ഒരു ഫ്യൂച്ചർ മുന്നിൽ കണ്ടുകൊണ്ട് അവർ ഈ ഒരു മെറ്റാവേഴ്സിലേക്ക് ഒരു എൻട്രി നടത്തുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്ക് എന്ന് പറയുന്ന കമ്പനി മെറ്റ എന്ന് പറയുന്ന പേരിലേക്ക് മാറിയതും, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റും ഈ ഒരു മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിലേക്ക് വരുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട കുറച്ച് വാർത്തകളും കാര്യങ്ങളൊക്കെയാണ്. ആ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മുടെ സാൻഡ് ബോക്സിനകത്ത് നടക്കാനായിട്ട് പോകുന്നത്. ദ സാൻഡ് ബോക്സ് ഇൻവെസ്റ്റ് $50 million ഇൻ മെറ്റാവേഴ്സ് സ്റ്റാർട്ടപ്പ് ആക്സിലറേറ്റർ പ്രോഗ്രാം. സാൻഡ് ബോക്സിൻ്റെ ഓപ്പൺ മെറ്റാവേഴ്സിനകത്ത് ബിൽഡ് ചെയ്യാൻ പോകുന്ന പുതിയ സ്റ്റാർട്ടപ്പുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു $50 million ആണ് അവർ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. വെഞ്ചർ ക്യാപിറ്റൽ ആൻഡ് ആക്സിലറേറ്റർ ഫേം ആയിട്ടുള്ള ബ്രിങ്ക് ആയിരിക്കും പെർ ഇയർ 30 to 40 ബ്ലോക്ക് ചെയിൻ സ്റ്റാർട്ടപ്പ് സർവീസുകൾ അടങ്ങിയ ഈ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നത്. ഫേസ്ബുക്കിനെയും മൈക്രോസോഫ്റ്റിനെയും പോലെ തന്നെ മെറ്റാവേഴ്സിലേക്ക് ഒരു എയർലി എൻട്രി നടത്താനായിട്ടുള്ള ഒരു ഉദ്ദേശമാണ് ബ്രിങ്കിൻ്റെ CEO ആയിട്ടുള്ള മാനവ് ഗുപ്തയ്ക്കുള്ളത് എന്ന് അദ്ദേഹം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ തീർച്ചയായിട്ടും സാൻഡ് ബോക്സ് പോലുള്ള മെറ്റാവേഴ്സ് പ്രോജക്റ്റിൻ്റെ പ്രൈസിലും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും മെറ്റാവേഴ്സ് പ്രോജക്റ്റുകൾ നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തേണ്ട ഒന്ന് തന്നെയാണ്. കാരണം ഫ്യൂച്ചർ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മെറ്റാവേഴ്സ് പ്രോജക്റ്റുകൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ ഈ മെറ്റാവേഴ്സ് പ്രോജക്റ്റുകളിൽ നടത്തുക. അതിനുശേഷം മാത്രം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. മൈക്രോ സ്ട്രാറ്റജി എന്ന് പറയുന്ന കമ്പനി വളരെയധികം ഇമ്പാക്റ്റ് ക്രിപ്റ്റോ മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കമ്പനിയാണ്. അവരുടെ ബിറ്റ്കോയിൻ ETF അവർ അനൗൺസ് ചെയ്തതിന് ശേഷം വളരെ വലിയൊരു ഗ്രോത്ത് അല്ലെങ്കിൽ വളരെ വലിയൊരു ബുള്ളിഷ് മൂവ്മെൻ്റ് ഒക്കെ നമുക്ക് ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ കാണാനായിട്ട് സാധിച്ചു. മാത്രമല്ല വളരെ വലിയ ഒരു എമൗണ്ട് ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ് മൈക്രോ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അവരുടെ ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ ആയിട്ടുള്ള ഫോങ് ലേ പറഞ്ഞ ഒരു കാര്യമാണ് അടുത്ത ഒരു അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതായത് മൈക്രോ സ്ട്രാറ്റജി വിൽ കണ്ടിന്യൂ ടു പർച്ചേസ് ബിറ്റ്കോയിൻ ദിസ് ഇയർ, സെയ്സ് CFO. മൈക്രോ സ്ട്രാറ്റജിയുടെ ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ ആയിട്ടുള്ള ഫോങ് ലേ ആണ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. അതായത് ഇക്കൊല്ലവും, അതായത് 2022 മൈക്രോ സ്ട്രാറ്റജി എന്ന് പറയുന്ന കമ്പനി ബിറ്റ്കോയിൻ പർച്ചേസിങ് തുടരുമെന്ന് തന്നെയാണ്. അവരുടെ ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ വർഷം അവർ പർച്ചേസ് ചെയ്ത അത്രയും ബിറ്റ്കോയിൻ തന്നെ ഇക്കൊല്ലവും പർച്ചേസ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. പക്ഷേ അവരുടെ പർച്ചേസിങ് അവർ ഇക്കൊല്ലവും തുടരും എന്ന് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. 1,24,391 ബിറ്റ്കോയിനാണ് കഴിഞ്ഞ മാസം 29-ാം തീയതിയോട് കൂടിയിട്ടുള്ള അവരുടെ അവർ ഹോൾഡ് ചെയ്യുന്ന ബിറ്റ്കോയിൻ്റെ കണക്ക് എന്ന് പറയുന്നത് ഇത്രത്തോളമാണ്. ഈ ഒരു ബിയർ മാർക്കറ്റ് അവർ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നല്ല, തീർച്ചയായിട്ടും അവർ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക തന്നെ ചെയ്യും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബിറ്റ്കോയിൻ്റെ ഒരു USDT പെയറിലുള്ള ബൈനാൻസിലെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ഒരു ചാർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇവിടം മുതൽ ഇവിടം വരെ ബിറ്റ്കോയിൻ ഒരു ഡൗൺ ട്രെൻഡിലാണ്. ഇപ്പോഴും ബിറ്റ്കോയിൻ ഒരു ഡൗൺ ട്രെൻഡിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ടുണ്ട്. 40K എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്ക് വന്നിട്ടുണ്ട്. 30K ആണ് അടുത്ത ഒരു സപ്പോർട്ട് ലെവൽ വരുന്നത്. സോ ഈ ഒരു ഏരിയ, ഈ 30Kക്കും ഈ 40Kക്കും ഇടയിലുള്ള ഈ ഒരു ഏരിയ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന, നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റീസ് വാങ്ങിക്കാനായിട്ട്, ചെറിയ പ്രൈസിൽ ഒരുപാട് ക്വാണ്ടിറ്റീസ് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഏരിയ ആണ്. നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഈ ഒരു ഏരിയയിലുണ്ട്. ഇവിടെ നിന്ന് നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഈ 30K എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ്. സോ ഇവിടെ നിന്ന് നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ പ്രതീക്ഷിക്കാവുന്നതാണ്. കൺഫർമേഷനൊന്നും ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല, പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഇവിടെ മുതൽ ഇപ്പോൾ പ്രൈസ് നിൽക്കുന്ന ഈ ഒരു ഏരിയ മുതൽ ഈ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം 86% പ്രോഫിറ്റ് നമുക്ക് ആയിക്കഴിഞ്ഞു. ഓക്കെ, 86 അല്ലെങ്കിൽ ഒരു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഒരു ഇരട്ടി തന്നെ നമുക്ക് ഏകദേശം കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് ഈ ഒരു ഓൾ ടൈം ഹൈ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ. എന്തായാലും ഈ ഒരു ഓൾ ടൈം ഹൈ അടുത്ത ഒരു ബുൾ മാർക്കറ്റിൽ ഈ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. സോ തീർച്ചയായിട്ടും നമുക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു റിട്ടേൺ ഈ ഒരു ബിറ്റ്കോയിനിൽ നിന്ന് നമുക്ക് കിട്ടാനായിട്ടുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ടെക്നോളജി കൊണ്ടുവന്നിട്ടുള്ളത് തന്നെ പുതിയൊരു പേയ്മെൻറ്റ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോഴുള്ള പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ പല പോരായ്മകളും പരിഹരിച്ചുകൊണ്ട് പുതിയ ഒരു പേയ്മെൻറ്റ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ്. പക്ഷേ ഇന്നും എത്ര രാജ്യങ്ങളിൽ അല്ലെങ്കിൽ എത്ര ആളുകൾ ഈ ഒരു രീതിയിൽ ക്രിപ്റ്റോ കറൻസിയെ യൂസ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നുണ്ട്? അത് തയ്യാറാവാത്തതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ലോക്കലായിട്ടുള്ള കറൻസികളിൽ നിന്നും ഈ ഒരു ക്രിപ്റ്റോ കറൻസിയിലേക്ക്, ലോക്കൽ കറൻസി ക്രിപ്റ്റോ കറൻസിയിലേക്ക് മാറ്റാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഡിഫിക്കൽട്ടീസും കാര്യങ്ങളൊക്കെയാണ്. മറ്റുള്ള കൺട്രീസിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിന് ക്രിപ്റ്റോ കറൻസിയോടുള്ള ഒരു സമീപനം എന്ന് പറയുന്നത് അത് മറ്റുള്ളവരെക്കാളും വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള സമീപനം തന്നെയാണ്. അവർ കുറച്ചുകൂടെ ഈ ഒരു ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ടെക്നോളജി എക്സ്പ്ലോർ ചെയ്യാനായിട്ട്, അവരുടെ ഒരു ഡെയിലി ലൈഫ് സ്റ്റൈലിൻ്റെ
ഭാഗമായിട്ട് തന്നെ ഈ ഒരു ക്രിപ്റ്റോ കറൻസീനെ അവർ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർ മുൻകൈ എടുക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ നോക്കിക്കാണുന്ന ആളുകളാണ് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിലുള്ളത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ബിസിനസ്സുകൾക്കും അതുപോലെ തന്നെ ഈ ഒരു ക്രിപ്റ്റോ കറൻസി ഡെവലപ്പേഴ്സിനും ഒക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ഉള്ളത്. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പോലത്തെ ബാനുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ ഇല്ല എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അവിടെ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് വയർ എന്ന് പറയുന്ന ഒരു കമ്പനി സ്റ്റെല്ലാറുമായി ചേർന്നുകൊണ്ട് ഒരു പരിപാടി പ്ലാൻ ചെയ്യുകയാണ്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ബ്രസീലിലെയും അർജന്റീനയിലും ഒക്കെ ഉള്ള ആളുകൾക്ക് അവരുടെ ലോക്കൽ കറൻസികളിൽ നിന്നും ഡിജിറ്റൽ അസറ്റുകളിലേക്ക് അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസികളിലേക്ക് വളരെ വേഗത്തിൽ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പരിപാടിയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഈ ഒരു ടെക്നോളജി അമേരിക്കൻ ഡെവലപ്പേഴ്സിനും അതുപോലെ തന്നെ ബിസിനസ്സുകളെയൊക്കെ ഈ ക്രിപ്റ്റോ കറൻസി ട്രാൻസാക്ഷൻസ് വളരെ ഈസി ആയിട്ട് നടത്താനായിട്ടും അതുപോലെ തന്നെ ആ ഒരു ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ആ ഒരു സ്പേസ് അവരുടെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറിനെ തന്നെ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ള അല്ലെങ്കിൽ സഹായിക്കുമെന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. സോ തീർച്ചയായിട്ടും ക്രിപ്റ്റോ കറൻസി സ്പേസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ പറഞ്ഞ കാര്യം. സ്റ്റെല്ലാറിൻ്റെ പ്രൈസിൽ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കാണാനായിട്ട് തീർച്ചയായിട്ടും സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യവും നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപാട് പുതിയ പ്രൊജക്റ്റുകളും അപ്ഗ്രേഡും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് പ്രൈസിൽ ഉണ്ടാക്കാൻ സാധിക്കാതെ പോകുന്ന ഒരു കോയിനാണ് കാർഡാനോ എന്ന് പറയുന്നത്. ഒരുപാട് നാളുകളായിട്ട് നമ്മൾ കാത്തിരിക്കുന്നതാണ് ഈ കാർഡാനോയുടെ വളരെ വലിയ ഒരു മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്പർ ഓഫ് അഡ്രസ്സസ് ഹോൾഡിംഗ് കാർഡാനോ ഹിറ്റ് ന്യൂ 4 മില്യൺ ഓൾ ടൈം ഹൈ ഇൻ ഡിസംബർ. കഴിഞ്ഞ ഡിസംബറിൽ കാർഡാനോ ഹോൾഡേഴ്സിൻ്റെ എണ്ണത്തിൽ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. 4 മില്യൺ കാർഡാനോ ഹോൾഡേഴ്സാണ്, കാർഡാനോ ഹോൾഡിംഗ് അഡ്രസ്സുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമുക്കറിയാം നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു കോയിൻ തന്നെയാണ് കാർഡാനോ എന്ന് പറയുന്നത്. ഒരുപാട് പ്രൊജക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് അപ്ഗ്രേഡുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പ്രൈസിൽ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒന്നും കാണുന്നില്ല. പക്ഷേ അത് ഭാവിയിൽ അത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് നമ്മൾ പലരും പ്രതീക്ഷിക്കുന്നുണ്ട്. അത് വേറെയും ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ വേറെയും ഒരുപാട് വെയിൽസും ഇത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാർഡാനോയുടെ ഹോൾഡിംഗ് അഡ്രസ്സുകളിൽ ഇത്രയധികം വർധനവുണ്ടായത്. അതായത് കൂടുതൽ ആളുകൾ കാർഡാനോ എന്ന് പറയുന്ന കോയിൻ അല്ലെങ്കിൽ കാർഡാനോ എന്ന് പറയുന്ന ആ ഒരു ടോക്കൺ അവർ വാങ്ങി ഹോൾഡ് ചെയ്യാൻ തയ്യാറാണ് ഇപ്പോൾ ഉള്ള പ്രൈസ്. അതായത് വളരെ ചെറിയ ഒരു പ്രൈസിൽ അവർ കാർഡാനോ എന്ന് പറയുന്ന കോയിൻ വാങ്ങി ഹോൾഡ് ചെയ്യുകയാണ്. അതിൻ്റെ ഗ്രോത്ത് ഫ്യൂച്ചറിൽ വളരെ വലിയൊരു ഗ്രോത്ത് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. സോ ഇപ്പോൾ ഉള്ള ഒരു പ്രൈസ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു പ്രൈസാണ്. നമുക്ക് വളരെയധികം ശരിക്കും പറഞ്ഞ ഒരു അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു കോയിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് കാർഡാനോനെ ഇപ്പോൾ പറയാനായിട്ട് പറ്റും. കാരണം അത് ഭാവിയിൽ വളരെ വലിയൊരു ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ള ഒരു കോയിൻ തന്നെയാണ് കാർഡാനോ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഉള്ള ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. കാരണം ഒരു 1-2 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2022 കാർഡാനോ വാങ്ങിക്കായിരുന്നു എന്ന് നമ്മൾ പലരും ചിന്തിക്കുന്ന ഒരു സാഹചര്യം വരാനായിട്ട് സാധ്യതയുണ്ട്. സോ ഇപ്പോഴുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആരും തന്നെ മിസ്സാക്കാതിരിക്കുക. നല്ല രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കൂടി നടത്തിയതിന് ശേഷം മാത്രം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. സോ ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ക്രിപ്റ്റോ സ്പേസിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്കും അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള കാര്യങ്ങളും കൂടി ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.